ഈ എയർ ഡ്രൈ ക്ലേയുടെ വീഡിയോസ് കണ്ടപ്പോഴേ എനിക്കും തോന്നി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഒരു 50-50 സ്കോപ്പോട് കൂടി ഞാനും ഒന്ന് ട്രൈ ചെയ്തു. സംഭവം ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, ക്ലേ സക്സസ് ആയി. അപ്പം നമുക്കിന്ന് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? ദാ ഇവനാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ ഹീറോ. ഇവനെ ഞാനൊരു 60 രൂപ കൊടുത്ത് പോക്കറ്റിലാക്കിയതാണ്. ഇനി നെക്സ്റ്റ് എൻട്രി നമ്മുടെ ഹീറോയിൻ്റെ ആണ്. അത് നമ്മുടെ സ്വന്തം കോൺഫ്ലവർ. ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പം ഇങ്ങനെ തുടങ്ങിയാലോ? ആദ്യം നമുക്കൊരു കപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അരഭാഗത്തോളം ഈ ഫെവിക്കോൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ട്രൈ അല്ലേ, അരക്കപ്പൊക്കെ മതി. എങ്ങാനും പാളിപ്പോയാലോ? ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ സെയിം മെഷർമെൻറ്റിൽ കോൺഫ്ലവറും ഫില്ല് ചെയ്ത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫെവിക്കോളും കോൺഫ്ലവറും നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗറോ അല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിലായാലും മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ മിക്സിംഗ് പരിപാടി തുടങ്ങാം. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഇവനൊന്ന് ചൂടാക്കിയെടുക്കാം. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവനൊന്ന് കുക്കായി വരുമ്പോഴേ ഇവൻ്റെ ഈ വൈറ്റ് കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ മിക്സിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് അക്രിലിക് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അങ്കത്തട്ടിലേക്ക് പ്രവേശിക്കാം. ആദ്യം സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഇത്രയ്ക്ക് ഫയറൊന്നും വേണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ടൈറ്റ് ആവുന്നവരെ നമുക്കിതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ദാ ഈ ഒരു ടൈപ്പിലുള്ള ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോഴേ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പോലെയുള്ള ഒരു ടെക്സ്ചർ, അങ്ങനെയും പറയാം. ഇനി നമ്മുടെ ഈ ടേബിൾ മേലെ കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് പുരട്ടിയ ശേഷം നമ്മൾ സെറ്റാക്കിയെടുത്ത ക്ലേ ഇല്ലേ, അത് വെച്ച് കുറച്ച് കോൺഫ്ലവറും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യുമ്പോഴേ ഈ ക്ലേ നല്ല സോഫ്റ്റായി കിട്ടും. സത്യം പറഞ്ഞ മിക്സിംഗ് ആണ് ഇതിലെ മെയിൻ പരിപാടി. ഈ ക്ലേ എടുത്ത് ഇതുപോലെ രണ്ടാക്കുമ്പോഴേ ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലേ റെഡിയായി. ഇനി നമുക്കിത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റാം. ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നെടുത്ത് ഈ ക്ലേ അതിൽ വെച്ച് നന്നായി അടച്ച ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 1 ഡേക്ക് ശേഷം നമ്മൾ ഇതെടുക്കുമ്പോഴേ ക്ലേ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനും ഉണ്ടാക്കിയ ഒരു ടോയ്. എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഫസ്റ്റ് ട്രൈ അല്ലേ, അടുത്ത വട്ടം ശരിയാക്കാന്നേ.